വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു മാമോദീസയും അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ മാമോദീസയുടെ പരിപാടിക്കായിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു സാരിയാണ്, പിങ്ക് കളർ നെറ്റിൻ്റെ സാരി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഇനി വണ്ടി മാത്രം എത്തിയാൽ മതി. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പിന്നെയും റെഡി ആയെന്ന് പറഞ്ഞു, ഇവളും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും ഒരേപോലത്തെ കളറാണ്, സെയിം അല്ല. സാരി ഒരേപോലത്തെ കളർ ഇടാന്ന് വിചാരിച്ചു. 11:45 വണ്ടി എത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി, എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ചേച്ചീനെ എടുത്തിട്ട്, ചേച്ചീനും പിള്ളേരിനെയും എടുത്തിട്ട് വേണം നമുക്ക് നേരെ ഫംഗ്ഷന് പോകാനായിട്ട്. എല്ലാവരും ഉണ്ട്, അമ്മയും അപ്പച്ചനും അവളും ഉണ്ട്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടോ. ചേച്ചീനെ കയറി, ചേച്ചിയും പിള്ളേരൊക്കെ കയറി ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ രണ്ടുപേരും വരുന്നുണ്ട്. അപ്പോൾ അവൾ കയ്യിൽ ചോര എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഉടുപ്പൊക്കെ പൊക്കിയിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഫംഗ്ഷൻ്റെ സ്ഥലത്തെത്തി. പമല നഗറിലായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഫോട്ടോ എടുക്കാനാണ് ഫസ്റ്റ് കയറിയത്, പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചോറ് വിളമ്പി തന്നു കേട്ടോ. അത് ടേബിളിൽ ഉണ്ടായിരുന്നൊന്നുമില്ല, അവർ തന്നെ നമുക്ക് വിളമ്പി തരുന്നതാണ്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അച്ചാർ, ഇതെന്താ മറ്റേ ക്യാബേജ്, പിന്നെ ഇത് പൈനാപ്പിൾ കറി ആയിരുന്നു കേട്ടോ, ഞാൻ കഴിച്ചില്ല. പിന്നെ ഇത് പോർക്ക്, പിന്നെ സർലാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ചിക്കൻ വറുത്തത്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ, വേഗം തന്നെ തീർന്നു. പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൈ കഴുകി വന്നു. അപ്പോഴേക്കും പിള്ളേരൊക്കെ അവിടെ ഫുള്ള് ഡാൻസും പരിപാടിയൊക്കെയാണ്. പിന്നെ ഫുഡ് കഴിച്ചവരവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അവിടെ വർത്താനമാണ്, എന്തൊക്കെയോ കുറേ നാൾക്ക് ശേഷമാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും ആ വർത്താനത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇതാണ് കേട്ടോ, കുഞ്ഞുമണി. ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ തെരേസ എന്നാണ്. അപ്പോൾ ആൾ ഭയങ്കര വികൃതിയാണ്, നല്ല പാട്ട് വയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ആൾ. ഏകദേശം ഞങ്ങളൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയും ചേട്ടനും. അപ്പോൾ അത് എന്താണ് ഗിഫ്റ്റ് എന്ന് കഴിയണ വരെ ഞങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു കപ്പാണ്, ഉണ്ണിയുടെ പേര് എഴുതിയിട്ടുള്ള ഒരു കപ്പ്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ മാമോദീസയും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. ചേച്ചീനും പിള്ളേരെയും നമ്മളിതേ അവിടെ ഇറക്കിയിട്ടുണ്ട്, വീട്ടിലിറക്കി. നേരെ നമ്മളിതേ വീട്ടിലെത്തി. സത്യം പറയാന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ലേറ്റായി, ഒരു ഏകദേശം 12:30 ആ ഒരു ടൈമൊക്കെ ആയി തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. നമ്മളിവിടുന്ന് പോകുമ്പോൾ 11:45 ആയിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ, അതാണ് ഉണ്ടായത്. ഏതോ ഒരു ചിറ്റാട്ടുകരയാണോ ഏതാ സ്ഥലം എന്നറിയില്ല, അവിടെ നമുക്ക് ബ്ലോക്ക് കിട്ടി. അറിയുണ്ടായിരുന്നില്ല, റോഡ് ക്ലോസ് ചെയ്യുന്ന അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ. അങ്ങനെ സ്ഥലം അമലാനഗറിലായിരുന്നു കേട്ടോ നമുക്കിന്ന് പരിപാടി ഉണ്ടായിരുന്നത്. അമലാനഗറിൽ അറിയണവർക്കറിയാം.
അങ്ങനെ ഇത് അവിടെ പോയി. എല്ലാവരും ചോദിച്ചു എന്താ ലേറ്റ് ആയ കാരണം ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവരും കണ്ടു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വീട്ടിലെത്തി. അതേ ഇപ്പോൾ അപ്പച്ചൻ ദേ കഴിഞ്ഞ് ദേ പോവാ കേട്ടോ, കടയിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ വന്നു, ദേ അപ്പച്ചൻ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അപ്പച്ചൻ പോയി തുടങ്ങി. കട തുറക്കണം. അങ്ങനെ ദേ ക്ഷീണിച്ച അവസ്ഥയായി ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഏതെങ്കിലും സജഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയാം, ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോളാം, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളാം. ഞാനപ്പോൾ നോക്കിയപ്പോൾ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കുറേ പേര് കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പറയുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളാം ഗൈസ്. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.